ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെല്ലിക്ക ചമ്മന്തി റെസിപ്പിയുമായിട്ടാണ്. വളരെയധികം വൈറ്റമിൻസും മിനറൽസും ആൻറ്റിഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുള്ള റെസിപ്പിയാണിത്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ നന്നായി ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനായിട്ട് 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ബൗൾ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഉണക്കമുളക് എടുക്കാം. 5 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും എടുക്കാവുന്നതാണ്. പിന്നെ 4 നെല്ലിക്ക കൂടിയാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നെല്ലിക്കയുടെ കുരു കളഞ്ഞെടുക്കാം. ഇതുപോലെ കത്തി ഉപയോഗിച്ച് മുറിച്ച് നമുക്ക് കുരു സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നെല്ലിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം. ഇതുവരെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ചമ്മന്തി ഉണ്ടാക്കാൻ ഉപ്പിലിട്ട നെല്ലിക്കയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്രഷ് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ചമ്മന്തി ഉണ്ടാക്കാൻ ഇതിൻ്റെ കുരു നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ കുരു നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ബാക്കിയെല്ലാ നെല്ലിക്കയും ഇതുപോലെ തന്നെ നമുക്ക് കുരു കളഞ്ഞെടുക്കാം. എല്ലാ നെല്ലിക്കയും കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചമ്മന്തിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. ഉപ്പിലിട്ട നെല്ലിക്കയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാകും. ചമ്മന്തിയിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി തേങ്ങ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ചമ്മന്തിയിലേക്ക് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചമ്മന്തി നമുക്ക് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. താങ്ക് യു.